ജപ്പാനിലെ കൊബെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹെർബ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഈ ഗാർഡൻ ഒരു മലേൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റോപ്പ് വേയിലാണ് പോകുന്നത്. 1800 ആണ് റൗണ്ട് ടിക്കറ്റ്. നമ്മൾ റോപ്പ് വേയിൽ പോയിട്ട് തിരിച്ച് റോപ്പ് വേയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട്. റോപ്പ് വേയിൽ പോകുമ്പോൾ നമ്മൾ താഴത്തുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെടികളും പൂക്കളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. റോപ്പ് വേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ കൂടെ ഉണ്ട്. അത് കാരണം നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മുകളിലോട്ട് നടന്ന് കയറാം, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വരെ പോയിട്ട് തിരിച്ച് നമ്മൾ എല്ലാം കണ്ട് നടന്നു വന്നിട്ട് മിഡിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വരികയും ചെയ്യാം. റോപ്പ് വേയിൽ പോകുമ്പോൾ വലിയൊരു ഡാമും ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി വ്യൂ ആണ് കേട്ടോ ഈ റോപ്പ് വേയിൽ നിന്ന് നമുക്ക് കാണുന്നത്. ഈ കാണുന്ന ഗ്ലാസ് ഹൗസ് ആണ് കേട്ടോ ഈ ഹെർബ് ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻ. റെസ്റ്റോറൻറ്റും കുറേ ഹെർബ്സും കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കൊബെ സിറ്റിയും പോർട്ടും ഒക്കെ കാണാൻ പറ്റും. റോപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഗ്ലാസ് ഹൗസിലോട്ടൊക്കെ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ഹൗസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിഡിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് വേണം നമ്മൾ തിരിച്ച് കയറിയിട്ട് താഴെ പോകാനായിട്ട്. റോപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ആർച്ച് കാണാൻ പറ്റും, പേരെഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ടുള്ള ഫുൾ വ്യൂ കാണാൻ പറ്റും. റോപ്പ് വേയിൽ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ കാണുന്ന കടലാണ് കൊബെ സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ഗ്ലാസ് ഹൗസ് ഉണ്ടല്ലോ, ഇവിടേക്കാണ് നമ്മൾ നടന്നു പോകാൻ പോകുന്നത്. അവിടെയാണ് റോപ്പ് വേൻ്റെ സെക്കൻഡ് സ്റ്റേഷൻ ഉള്ളത്. ഈ ടോപ്പ് സ്റ്റേഷനിൽ വലിയൊരു റോസ് ഗാർഡൻ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യും കേട്ടോ. ഓരോ സീസൺ അനുസരിച്ച് ഇവർ പല രീതിക്കാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. നല്ല ഭംഗി കാണാനായിട്ട്. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ കുറേ അവൈലബിൾ ആണ്. റോസ് ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രാഗ്രൻസ് മ്യൂസിയം ഉണ്ട്. ഇതിനകത്ത് കുറേ ഈ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ കുറേ ഓയിൽസ് ആണ്. ഏകദേശം 80ഓളം ഓയിലുകളുണ്ട്. നമുക്കത് എന്ത് ചെയ്ത് നോക്കാം, സ്മെല്ല് ചെയ്ത് നോക്കാൻ പറ്റും. ജസ്റ്റ് ഒരു കോട്ടണിൽ മുക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അവർ. ലെമണ്, ഓറഞ്ച്, അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറേ പേരുകളുള്ള സ്മെല്ലൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ പെർഫ്യൂമിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്മെല്ലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലൊക്കെ കൂട്ടിച്ചേർത്തിട്ട് സോപ്പൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല. ഇത് ഹലോവിൻ്റെ തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഈ കാണുന്ന മത്തങ്ങകളൊക്കെ ഒറിജിനലാണ്. ജപ്പാനിൽ 60, 70, 80 കിലോ വരെയുള്ള മത്തങ്ങകളൊക്കെ സർവ്വസാധാരണമാണ്. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആണെങ്കിൽ ക്രിസ്മസിൻ്റെ തീമിലായിരിക്കും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവുക. മുകളിൽ നിന്ന് നമ്മൾ കണ്ട ഗ്ലാസ് ഹൗസ് ആട്ടോ ഇത്. ഇതിനകത്തോട്ടാണ് നമ്മൾ നടന്നു പോകാൻ പോണത്. ഇവിടെയാണ് റോപ്പ് വേൻ്റെ സെക്കൻഡ് സ്റ്റേഷൻ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങി പോവാം. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് സ്റ്റാറ്റ്യൂ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പ്രതിമ ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ അത് കാണാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ ഗ്ലാസ് ഹൗസ് കാണാൻ പോകുന്ന വഴിക്ക് കുറേ പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ മുകളിൽ കൂടെ കേട്ടോ ഈ റോപ്പ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മളെല്ലാം നടന്നു പോകുന്ന വഴി കൂടെയൊക്കെ മുകളിൽ കൂടെ ഇങ്ങനെ റോപ്പ് വേ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ഭംഗിയിലൊരു ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിക്ക് കേട്ടോ ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഓരോ സീസൺ അനുസരിച്ച് ഈ ഫ്ലവേഴ്സൊക്കെ മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തവണ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മൊത്തത്തിൽ അറിയാൻ പറ്റില്ല. ഓരോ സീസണിലും ഓരോ പോലെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ കാണുന്ന മത്തങ്ങ കേട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ച ഉണ്ടമുളകാന്നാ. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇത് മത്തങ്ങയാണെന്ന് എഴുതി വെച്ച് കണ്ടപ്പോൾ മനസ്സിലായത്. വള്ളിയിൽ മത്തങ്ങ ഉണ്ടാവണ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെടിയായിട്ട് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഈ ചിത്രത്തിൽ കാണിച്ച പോലെ എന്ത് ചെയ്യും, അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്കിൽ ഈ മത്തങ്ങ മാത്രമായിട്ട് ഇങ്ങനെ ഡെക്കറേഷനായിട്ട് ബൊക്കെയൊക്കെ ആയിട്ട് വെക്കും. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഫുൾ കോസ്മോസ് ആണ് കേട്ടോ. പല കളറിലുള്ളതുണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈറ്റ് എല്ലാം ഏകദേശം ഒരേപോലെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. സീസൺ അനുസരിച്ച് ഇവിടെ ഉള്ള ഫ്ലവേഴ്സൊക്കെ ചേഞ്ച് ആവും കേട്ടോ. മാർച്ച് ടു ഏപ്രിൽ വരെ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ പോലെ വേറൊരു പൂവുണ്ട്. ആ പൂവായിരിക്കും കൂടുതലായിട്ട് കാണാണ്ടാവുക. അതുപോലെ തന്നെ മെയ് ടു ജൂൺ വരെ റോസ് പൂക്കളായിരിക്കും. മെയ് മുതൽ ജൂലൈ വരെ ലാവൻഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജൂൺ ടു ജൂലൈയിലാണ് ലില്ലീസ് ഉണ്ടാവുക. പിന്നെ സൺഫ്ലവർ ഉണ്ടാവുക, നമ്മുടെ സൂര്യകാന്തി ഉണ്ടാവുക ജൂലൈ ടു ഓഗസ്റ്റ് മാസങ്ങളിലാണ്. നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട കുറേ പൂക്കളാട്ടോ ഈ ഞാൻ ഫോട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇതേ കോഴിപ്പൂവും പോപ്പിയും കോസ്മോസും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എല്ലാത്തിനെയും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല ഭംഗിയിലാണ് അവർ.
അത്രയും നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയറുകളും അതുപോലെ തന്നെ ഇങ്ങനെ ഭംഗിയുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹെർബൽ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനുള്ള ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇവിടുത്തെ ഹെർബ് ടീ, അതുപോലെ തന്നെ ഹെർബൽ കുക്കീസ്, ഓയിൽസ്, നമ്മുടെ ബോഡി ക്രീം അല്ലെങ്കിൽ ഹാൻഡ് ക്രീം, ലിപ് ബാം, സ്പ്രേ, റൂം സ്പ്രേ തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവർ. റോപ്പയിൽ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. ആ കാണുന്ന കടലാണ് കൊബേ സിറ്റിയാണ്. ഞങ്ങളൊരു 4 മണിയായപ്പോഴേക്കും തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി കാണാൻ ഇതിലും ഭംഗിയായിരിക്കും, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. ഹെർബൽ ഫുഡ് ബാത്തും അതുപോലെ തന്നെ സീസണൽ ഹെർബ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ, കുറേ നമ്മുടെ തലയിൽ വെക്കുന്ന പോലത്തെ സാധനങ്ങൾ, ഡെക്കറേഷൻ പോലത്തെ ക്രാഫ്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള ബ്രോഷേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള എടുത്തിട്ട് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് നമ്മൾ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റായി പോകും. കാരണം അത്രയും വലിയ ഏരിയയാണ് കവർ ചെയ്യാണ്ടാവുക. നമ്മളെ കൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഗ്ലാസ് ഹൗസ് ആണോ കാണേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടം കാണണോ, അങ്ങനെ നമ്മൾ ഡയറക്ഷനും മാപ്പൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്. അത് നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ. ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇലകളുടെ കളറൊന്നും മാറിയിട്ടില്ല. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സാക്കുറ സീസണിലാണെങ്കിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഫുൾ മഞ്ഞ് കാണാൻ പറ്റും. നമ്മളിതേ അങ്ങനെ താഴെ എത്താറായി. ബ്രോഷറിൽ തന്നിരിക്കുന്ന മാപ്പും അതുപോലെ തന്നെ ടിക്കറ്റ് ഡീറ്റെയിൽസും ഓപ്പണിംഗ് അവേഴ്സും കൂടെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്.